ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ചെറിയ ഉള്ളി കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് അതിലേക്ക് 2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്താണ് എടുത്തത്. ഇനി നമുക്ക് കൂട്ട് റെഡിയാക്കാം. 1 കപ്പ് തിരുമിയ തേങ്ങ ജാറിലിട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം 3/4 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് 2 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കണം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇതേ രീതിയിൽ ഇനി നമുക്ക് ചട്ടി നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വന്നിട്ട് ഒരു 3-4 വറ്റൽമുളക് കൂടെ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും തേങ്ങ കൂടെ ചേർത്തിട്ട് അല്പം കറിവേപ്പിലയുടെ ഇട്ട് നല്ല ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ സമ്മർ ടൈമൊക്കെ ആയതിനാൽ ചെറിയ ഉള്ളി കൊണ്ടുള്ള വിഭവങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇപ്പോൾ ഏകദേശം അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ വേണ്ട, അതിൽ കുറഞ്ഞ് മതിയാകും. നമ്മൾ ഈ ചെറിയ ഉള്ളി കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമേ നമ്മളിത് അടച്ചു വയ്ക്കരുത്. അടച്ചു വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയതിന് ശേഷമാണ് 1-2 മിനിറ്റ് ഇതേപോലെ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വീണ്ടും 1-2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചുമന്ന നിറമാകുമ്പോഴാണ് ഇത് നല്ല കുക്കായെന്ന് മനസ്സിലാകുന്നത്. നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും ചെറിയ ഉള്ളിയുടെ. നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്നിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കൂട്ടിട്ടതിന് ശേഷം. ഈ സമയം ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതലായാൽ അത് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ് ഫ്രണ്ട്സ്, ഇതിനു മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള തോരൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. ഊണിനോടൊപ്പമൊക്കെ ഈ ചെറിയ ഉള്ളി തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും. ഈ തോരൻ്റെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അടുത്ത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.